ഇതുപോലുള്ള വർഗീയമായ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് മനുഷ്യർ മതവസ്ത്രത്തിൽ രോമം ഉൾപ്പെടെ മതബാധ തീണ്ടിയതുപോലെ മതപ്രകടനം രോമത്തിലൂടെ വരെ വസ്ത്രത്തിലൂടെ വരെ വേറിട്ട സ്വത്വബോധം പേറിക്കൊണ്ട് ജീവിക്കുന്ന പ്രത്യേകമായ ഒരു വർഗമാണ് നമ്മൾ എന്ന് വിചാരിക്കുന്ന മനുഷ്യരല്ലേ ശരിക്കും യഥാർത്ഥത്തിൽ വർഗീയവാദികൾ? ഒരു മുസ്ലിം ദൈവനാമത്തിൽ എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന് തന്നെയാണ് അതിൻ്റെ ഉദ്ദേശം. ഒരു വലിയ അമാനത്താണ് അവർ ഏറ്റെടുത്തിട്ടുള്ളത്. നിങ്ങൾ മുസ്ലിമീങ്ങളാണ് എന്നുള്ള ഒരു ഓർമ്മ കൂടി നിങ്ങൾക്കുണ്ടാകണം. മറ്റുള്ളവരേക്കാൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ തൻ്റേതായ ഐഡന്റിറ്റിയെ നിലനിർത്തേണ്ടവരാണ്. നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ മുമ്പിൽ 5 നേരം നിസ്കരിക്കുമ്പോൾ ഞാനിതാ എല്ലാം നിനക്ക് സമർപ്പിച്ചിരിക്കുന്നു, ഞാൻ യഥാർത്ഥ മുസ്ലിമാണ്, ഞാനൊരിക്കലും ബഹുദൈവാരാധനയുടെ പിറകെ പോവുകയില്ല എന്ന ഒരു പ്രതിജ്ഞ കൂടി നിങ്ങൾ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൊതു ചടങ്ങുകളിലും സ്വകാര്യ ചടങ്ങുകളിലുമൊക്കെ നിലവിളക്ക് കൊളുത്തുക പോലെയുള്ള അതേപോലെ തന്നെയുള്ള അത്തരത്തിലുള്ള ഒരു മത ആചാരങ്ങളെ ഒരു മുസ്ലിം എന്ന നിലക്ക് അത് നിർവഹിക്കുവാൻ പാടുള്ളതല്ല. എൻ്റെ മുഖത്തൊരു ചളിപ്പ് കാണുന്നുണ്ടോ? എന്തെങ്കിലും ഒരു ചളിപ്പ്, ഒരു ചമ്മൽ ഉണ്ടോ? ഒന്നുകൂടെ അടുപ്പിച്ച് കാണിക്കാം. സൂക്ഷിച്ചു നോക്കി, എന്തെങ്കിലും ഒരു ചളിപ്പ് തോന്നുന്നുണ്ടോ? ഇല്ല, ഒരു ചളിപ്പും എൻ്റെ മുഖത്ത് കാണപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം ഞാനൊരു നല്ല നടനാണ്. കാരണം ആ ചളിപ്പ് പുറത്തു കൊണ്ടുവരാത്ത വിധം ഒരു നിസ്സംഗത എൻ്റെ മുഖത്തേക്ക് എനിക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ യാതൊരു ചളിപ്പും ഇല്ലാത്തവനെ പോലെ എനിക്ക് നിങ്ങളുടെ മുന്നിൽ വന്നിരുന്നു കൊണ്ട് നാവാട്ടാൻ സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനൊരു നല്ല നടനാണ്. കാരണം എൻ്റെ ഉള്ളിൽ അത്രമാത്രം ചളിപ്പുണ്ട്, ചമ്മലുണ്ട്. ചമ്മി ഐസായി പോയി എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു തരം അസ്വസ്ഥതയോടുകൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രിയായി ശ്രീ വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം അദ്ദേഹം നടത്തിയിട്ടുള്ള പത്രസമ്മേളനം കണ്ട മൂച്ചിന് ഞാനിവിടെ ഒരു വലിയ വർത്തമാനം അങ്ങോട്ട് തട്ടി. ഏതാണ്ട് 40 മിനിറ്റോളം ദൈർഘ്യമുള്ള ഗംഭീരമായിട്ടുള്ള പ്രഭാഷണമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ തോന്നി, ഞാൻ ഒന്നാന്തരം ഒരു മതേതരനാണല്ലോ, ഇത്രയും ഹൃദയശുദ്ധിയുള്ള, ഇത്രയും നന്മയുള്ള, ഇത്രയും മനുഷ്യപ്പറ്റുള്ള, ഇത്രമാത്രം പുരോഗമന ബുദ്ധിയുള്ള ഒരു മനുഷ്യനാണല്ലോ ഞാനെന്ന് പറയുന്ന ഒരു ഊറ്റം എനിക്ക് തന്നെ തോന്നിപ്പോയി. അമ്മാതിരി പ്രകടനമായിരുന്നു. ആകെ 20 മിനിറ്റ് നേരമുള്ള ആദ്യ ഭാഗം മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്തുള്ളൂ. എങ്കിൽ പോലും അത് മുഴുവൻ കേട്ടിരുന്നെങ്കിൽ അമ്മാതിരി പ്രയോഗങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. ചില നല്ല ആശയങ്ങളുണ്ടായിരുന്നു, ചില ചിന്തകളുണ്ടായിരുന്നു. എനിക്ക് തന്നെ എന്നോട് ബഹുമാനം തോന്നുകയും ഞാൻ തന്നെ എന്നെ ആദരിച്ചുകൊണ്ട് അല്പനേരം ഒന്ന് എഴുന്നേറ്റ് നിൽക്കുകയും ഞാൻ എന്നെ തന്നെ ഒന്ന് കൂപ്പുകൈകളോടുകൂടി സ്വീകരിക്കുകയും ചെയ്തു പോയിട്ടുള്ള ഒരു പ്രഭാഷണത്തിൻ്റെ പിന്നാലെയാണ് എൻ്റെ ചമ്മൽ തുടങ്ങിയത്. അതായത് ആദ്യ ഭാഗം അപ്ലോഡ് ചെയ്തതിൻ്റെ തൊട്ട് പിന്നാലെ അതിനകത്ത് ഞാൻ പറഞ്ഞതിന് നേർവിപരീതമായിട്ടുള്ള ഒരു സംഭവം നടന്നു. അതായത് ആ വീഡിയോ കണ്ടവർക്കറിയാം, ഞാൻ ആദ്യമായിട്ട് നമ്മുടെ മുസ്ലിം ലീഗിനെ വളരെ സഹിഷ്ണുതയോടുകൂടി സമീപിക്കുകയും UDF സർക്കാരിനെ പ്രതീക്ഷയോടുകൂടി നേരിടുകയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് സ്ഥാനമേറ്റിട്ടുള്ള ശ്രീ N. ഷംസുദ്ദീനെ കുറിച്ച് വളരെ അനുകൂലമായ മനോഭാവത്തോടുകൂടി സംസാരിക്കുകയും ചെയ്തു. വളരെ നിഷ്പക്ഷൻ എന്ന് വേണമെങ്കിൽ കരുതാൻ കഴിയുന്ന നിലയിലുള്ള ഒരു പ്രകടനം നടത്തി ആദ്യ ഭാഗം അപ്ലോഡ് ചെയ്തതിൻ്റെ തൊട്ടു പിന്നാലെ ഈ N. ഷംസുദ്ദീൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിയെ പ്രശംസിച്ചുകൊണ്ട് അദ്ദേഹം അതിന് ആ കസേരയിൽ ഇരിക്കാൻ എല്ലാവിധ യോഗ്യതകളുമുള്ള ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞ് നാവ് വായിലിട്ടതിൻ്റെ തൊട്ടു പിന്നാലെ അദ്ദേഹം ഒരു ജൂനിയർ വി ശിവൻകുട്ടിയോ അതല്ലെങ്കിൽ ഒരു തിരുവഞ്ചൂർ രാധാകൃഷ്ണനോ ആയി മാറുന്നത് പോലെ. അവർക്കൊക്കെ നാവ് പിഴകൾ സംഭവിക്കുമ്പോൾ ഞാൻ അങ്ങനെ അതിനെ അധിക്ഷേപിച്ചുമല്ല പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും അതൊരു പരിഹാസ്യമായിട്ടുള്ള അവസ്ഥയായി സമൂഹം ഏറ്റെടുത്ത നിലയ്ക്ക് അത്തരം ഒരു ചെറിയ വാപിശക്ക് പോലും സഹിക്കാൻ, സഹിഷ്ണുതയോടെ സമീപിക്കാൻ നമ്മുടെ സമൂഹത്തിന് കഴിയാതെ പോകുന്ന ഒരു സാഹചര്യത്തിൽ നല്ലത് പറഞ്ഞ് നാവ് വായിലിട്ട ഉടനെ തന്നെ പോങ്ങനാൽ നല്ലത് പറയപ്പെട്ട, നല്ലത് കേട്ട ആ N. ഷംസുദ്ദീൻ ഒരു 2,09,398 പേരാണ് ഉപരിപഠനത്തിന് യോഗ്യത നേടിയത്. 2,90,398.
ഞാനതൊരു അബദ്ധം മാത്രമായിട്ടാണ് കാണുന്നത്. എന്നാൽ പോലും പുത്തരിയിൽ കല്ല് കടിച്ചതുപോലുള്ളൊരു തോന്നലാണ് എൻ്റെ ഉള്ളിൽ ഉണ്ടായത്. അതിൻ്റെ ഒരു ചെറിയ ചമ്മൽ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. എന്തായാലും പിറ്റേ ദിവസം എനിക്ക് ബാക്കി ഭാഗം എഡിറ്റ് ചെയ്തിടാൻ സാധിച്ചില്ല. അപ്പോഴത്തേക്കും നബിദിന ആശംസയുമായി നമ്മുടെ ഹുസൈൻ സലഫി വന്നു. അതോടെ കേട്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തൊലി ഉരിഞ്ഞു പോയി എന്ന് പറയുന്നത് അത്ര കണ്ട് സത്യമല്ല. അങ്ങനെയൊന്നും സംഭവിച്ചില്ലെങ്കിൽ പോലും നല്ല ചമ്മൽ എനിക്കുണ്ടായി. ഹുസൈൻ സലഫി അദ്ദേഹം ഒരു മത ഉദ്യോഗസ്ഥനാണ്. ആ ഒരു മത ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ മതാനുയായികളായിട്ടുള്ള വ്യക്തികളോട്, അദ്ദേഹത്തെ പിന്തുടരുന്നവർക്കായിട്ട് സമർപ്പിച്ചിട്ടുള്ള സന്ദേശമാണ്. അത് ഒരു പൊതു ഇടത്തിൽ വന്നതുകൊണ്ട് മാത്രം പൊതുസമൂഹത്തിന് മുഴുവൻ തന്നെ അത് കേൾക്കാൻ കഴിയുന്ന വിധത്തിൽ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ അത് കിടക്കുന്നത് കൊണ്ട് ഞാനത് കേട്ടു. അത് കേട്ടപ്പോൾ എനിക്ക് അപാരമായിട്ടുള്ള ഒരുതരം ചളിപ്പ് തോന്നി. ഇങ്ങനെ ഒരു സമൂഹത്തിൽ ഇതെന്താണ് ഇങ്ങനെ ആവുന്നത് മനുഷ്യർ എന്ന് പറയുന്ന ഒരു ചിന്ത എൻ്റെ ഉള്ളിലേക്ക് വന്നു. അവിടം തൊട്ട് എനിക്കൊരു ചെറിയ ചളിപ്പ് അതിശക്തമായിട്ട് എന്നെ ബാധിച്ചു. അതായത് ഈ ഹുസൈൻ സലഫിയുടെ സംസാരം മുഴുവനായിട്ട് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, ഒറ്റ കേൾവിയിൽ അതെന്തോ ഒരു വലിയ നല്ല സന്ദേശമാണെങ്കിൽ പോലും മധുരത്തിൽ പൊതിഞ്ഞ വിഷം എന്ന് ഞാൻ പറയുന്നില്ല, മധുരത്തിൽ പൊതിഞ്ഞ നമ്മുടെ ശരീരത്തിന് അത്ര കണ്ട് ഗുണം ചെയ്യാത്ത ഒരു ചെറിയ ഒരു എടോ ഞാനൊരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയും, ശരി, അയ്യോ ഫോൺ സൈലൻ്റ് ആക്കാൻ വിട്ടുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഹുസൈൻ സലഫി പറഞ്ഞിട്ടുള്ള വർത്തമാനം കേട്ടപ്പോൾ എനിക്ക് ചളിപ്പുണ്ടായി എന്ന് മാത്രമാണ്. അത് ഇത്രമാത്രം വിശദീകരിക്കേണ്ട. ഫോൺ വന്നത് ഒരു പരിധി വരെ നന്നാവുകയും ചെയ്തു. ഞാനൊന്ന് സൈലൻ്റ് ആക്കിക്കോട്ടെ കേട്ടോ, അല്ലെങ്കിൽ അത് പെട്ടുപോകും. അപ്പം ഞാൻ പറഞ്ഞത് ഈ ഹുസൈൻ സലഫിയുടെ ആ ഒരു സംസാരം അത് പൊതുസമൂഹത്തിന് കൊടുക്കുന്ന, അല്ലെങ്കിൽ പൊതുസമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിയ ഒരു സംസാരം അല്ലെങ്കിൽ പോലും അത് അദ്ദേഹത്തിൻ്റെ ചാനലിൽ കിടന്നപ്പോൾ അത് ആർക്കും കാണാൻ കഴിയുന്ന, ആരുടെ മുന്നിലേക്കും എത്തുന്ന തരത്തിലുള്ള ഒരു അവസ്ഥയിൽ അത് കാണപ്പെട്ടതുകൊണ്ടും ഞാനത് കേൾക്കാനിടയായതുകൊണ്ടും എനിക്ക് അതിനകത്ത് ചില കാര്യങ്ങളോടുള്ള പ്രതികരണം നടത്തേണ്ടതുണ്ട് എന്ന് പറയുന്നൊരു തോന്നൽ വന്നു. അതായത് ഞാൻ മുസ്ലിം ലീഗ് നേതൃത്വം നൽകുന്ന ഒരു സർക്കാർ എന്ന് പറയുന്നില്ല. മുസ്ലിം ലീഗ് പ്രധാന ഘടക കക്ഷിയായിട്ടുള്ള ഒരു സർക്കാർ ഈ നാട്ടിൽ സംഭവിച്ചപ്പോൾ പൊതുവെ വർഗീയവാദി എന്ന് പറയുന്ന ഒരു ദുഷ്പേരുമായിട്ട്, അല്ലെങ്കിൽ അത് സൽപ്പേരാണെങ്കിൽ അങ്ങനെ ഏത് തരത്തിലായാലും ഞാനൊരു വർഗീയവാദിയായിട്ടുള്ള ചാണകത്തലയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനായി കഴിഞ്ഞ കുറേ കാലം ഈ സമൂഹത്തിൻ്റെ മുന്നിൽ കുറേയെങ്കിലും ആളുകളാൽ അങ്ങനെ ഒരു വിശേഷണം നൽകപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കുണ്ടായിട്ടുള്ള ഒരു അവമതിപ്പ് എന്ന് പറയുന്നത്, അതായത് ഇത്രമാത്രം ഘോരവർഗീയവാദിയായിട്ടുള്ള ഒരു മനുഷ്യൻ മുസ്ലിം ലീഗ് പ്രധാന ഘടക കക്ഷിയായിട്ടുള്ള ഒരു സർക്കാരിനെ പ്രതീക്ഷയോടുകൂടി സമീപിക്കുകയും വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള എൻ ഷംസുദ്ദീനെ വാദോരാതെ പ്രശംസിക്കാൻ മനസ്സ് കാണിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഹുസൈൻ സലഫി അദ്ദേഹത്തിൻ്റെ അനുയായികൾക്ക് നൽകുന്ന സന്ദേശം കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ പ്രയാസം തോന്നി. കാര്യം ഞാൻ എത്ര വർഗീയവാദി എന്നുള്ള വിളി കേട്ടാൽ പോലും ഈ ഭൗമഗോളം ഹൈന്ദവാധിപത്യത്തിൻ്റെ കീഴിൽ വരണമെന്ന് ആഗ്രഹിക്കാത്ത ഹിന്ദു നാമധാരിയായിട്ടുള്ള ഒരു മനുഷ്യനാണ് പോങ്ങൻ. അതിലെനിക്ക് വളരെ അഭിമാനമുണ്ട്. ഞാനതൊരു ഹിന്ദു ആയതുകൊണ്ടാണോ പോങ്ങനായതുകൊണ്ടാണോ എന്നെനിക്കറിയില്ല. ഞാൻ ഹിന്ദുവാണ് എന്ന് അവകാശപ്പെടുന്നില്ല, പക്ഷെ ഞാൻ പോങ്ങനാണ് എന്ന് വളരെ ആത്മാർത്ഥമായി അവകാശപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഹിന്ദു എന്ന നിലയിൽ എന്നെ കേൾക്കണ്ട, പോങ്ങൻ എന്ന നിലയിൽ മാത്രം നിങ്ങളൊന്ന് കേൾക്കണം. അദ്ദേഹത്തിൻ്റെ ആ ഒരു സന്ദേശത്തിനകത്ത് ആത്മാർത്ഥമായി പറഞ്ഞു കഴിഞ്ഞാൽ അത് നേരത്തെ പറഞ്ഞതുപോലെ മധുരം പുരട്ടിയ ശരീരത്തിനൊട്ടും തന്നെ, രാഷ്ട്ര ശരീരത്തിനൊട്ടും തന്നെ ഗുണം ചെയ്യാത്ത ഒരു വിഭവമാണ്, ഒരു സന്ദേശ വിഭവമാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ആ സന്ദേശം ഒരു വനിതാ MLA, മുസ്ലിം ലീഗിൻ്റെ ഒരു വനിതാ MLA മതവസ്ത്രത്തിൽ നിലവിളക്ക് കൊളുത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടുള്ള ഒരു സംസാരമാണ്. അദ്ദേഹം ആ സന്ദേശത്തിൽ നൽകിയത് യഥാർത്ഥ വിശ്വാസിയായിട്ടുള്ള ഒരു മുസൽമാൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ്. ബഹുദൈവ വിശ്വാസികളോട് സമീപിക്കേണ്ട നയമെന്താണ്, അതുപോലെ തന്നെ ഇത്തരം ചടങ്ങുകളിൽ അവർ പുലർത്തേണ്ട പ്രതികരണ പ്രവർത്തനങ്ങൾ എങ്ങനെയുള്ളതാണ്, ഇതെല്ലാം വളരെ വിശദമായിട്ട് ഹുസൈൻ സലഫി എന്ന് പറയുന്ന മത ഉദ്യോഗസ്ഥൻ
അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. അത് കേട്ടപ്പോൾ വർഗീയവാദി എന്ന വിളി കേൾക്കുമ്പോൾ പോലും യഥാർത്ഥ മതേതര ബുദ്ധിയോടുകൂടി സംസാരിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഈ പോങ്ങന് അബദ്ധം പറ്റി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇത്തരം ആളുകളെ തെറ്റായി മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നതെന്ന് പറയുന്ന ഒരു തോന്നലാണ് എൻ്റെ ഉള്ളിൽ ചളിപ്പായി വന്നത്. ഹുസൈൻ സലഫി പറഞ്ഞതിലെ പ്രധാനപ്പെട്ട ഒരു പ്രയോഗം അധികമാരും ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ പോലും ഒരു ദോഷൈക ദൃക്കെന്ന നിലയിൽ പോങ്ങൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. ഞാനതൊന്ന് വായിക്കാം, അതൊന്ന് എഴുതിയെടുത്തിട്ടുണ്ട്. ഒരു മുസ്ലിം താനൊരു മതേതരനാണെന്ന് തെളിയിക്കാൻ, താനൊരു സമാധാനപ്രിയനാണെന്ന് തെളിയിക്കാൻ, ഒരു മുസ്ലിം താനൊരു മതേതരനാണെന്ന് തെളിയിക്കാൻ, താൻ ഒരു സമാധാനപ്രിയനാണെന്ന് തെളിയിക്കാൻ, ആ നിലയ്ക്ക് എല്ലാവരുടെയും ഒരു സ്നേഹവും പ്രീതിയും എനിക്ക് കിട്ടണം എന്ന നിലയ്ക്ക് ഒരു മുസ്ലിം ജനപ്രതിനിധി ഒരിക്കലും അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. അതൊരു യഥാർത്ഥ വിശ്വാസിക്ക് യോജിച്ചതുമല്ല. ഇങ്ങനെ വർത്തമാനം പറഞ്ഞ ഒരു നാവ് കൊണ്ട് മറ്റെന്ത് നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടും എന്ത് പ്രയോജനം? അതായത് മതേതരനാണെന്ന് തെളിയിക്കാൻ, സമാധാനപ്രിയനാണെന്ന് തെളിയിക്കാൻ. അപ്പോൾ അങ്ങനെ അല്ല എന്നാണോ അദ്ദേഹം തന്നെ പറഞ്ഞത്? ഒരു മത ഉദ്യോഗസ്ഥനായിട്ടുള്ള, മതവേഷത്തിൽ സഞ്ചരിക്കുന്ന, രോമത്തിൽ പോലും മതം പ്രകടിപ്പിക്കുന്ന ഒരു മുതിർന്ന മത ഉദ്യോഗസ്ഥൻ, അല്ലെങ്കിൽ ഈ ഹുസൈൻ സലഫി എന്ന് പറയുന്ന വ്യക്തി ഇത് തെളിയിക്കാൻ വേണ്ടി ഇതൊന്നും കാണിക്കേണ്ടതില്ല എന്ന് കൊടുക്കുന്ന സന്ദേശം അപ്പോൾ സമാധാനപ്രിയരല്ല എന്നാണോ? അതല്ല എന്നുണ്ടെങ്കിൽ മതേതര ബുദ്ധിയുള്ളവരല്ല മുസ്ലിംസ് എന്നാണോ അദ്ദേഹം പറയുന്നത്? അതിനുശേഷം അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, അതേസമയം മതേതരത്വത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ, വർഗീയതയോട് ഒരു കോംപ്രമൈസും ഇല്ലാതെ, വർഗീയത സമൂഹത്തിൽ വളരാതെ അടിച്ചമർത്തി ആ നിലയ്ക്കുള്ള ഒരു നീതിയോടുകൂടി ഒരു ഭരണകൂടം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അതായത് മതേതരത്വത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച പാടില്ല. ഈ മതവേഷത്തിൽ ഒരു മുസ്ലിം വനിത നിലവിളക്ക് കൊളുത്തിയാൽ തകരുന്നതാണോ മതേതരത്വം? അതായത് ഒരു മുസ്ലിം വനിത മതവസ്ത്രത്തിൽ നിലവിളക്ക് കൊളുത്തിയാൽ അത് ശരിയായ നടപടിയല്ല എന്ന് പറഞ്ഞാൽ അതിൽ എവിടെയാണെന്നേ മതേതരത്വമുള്ളത്? പിന്നെ വർഗീയതയോട് ഒരു കോംപ്രമൈസും ഇല്ല. അത് വർഗീയത എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതല്ലേ വർഗീയത? തുടക്കത്തിൽ തന്നെ പറയുന്നു സ്വത്വം സൂക്ഷിക്കണം, മുസ്ലിങ്ങൾ അവരുടെ സ്വത്വം സൂക്ഷിക്കണം, അവരുടെ ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക വർഗമായില്ലേ? എല്ലാ മനുഷ്യരെയും പോലല്ല നമ്മൾ ഒരു പ്രത്യേക വർഗമാണ്. സാധാരണയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്വത്വം പേറുന്നവരാണ് നമ്മൾ മുസ്ലിങ്ങൾ എന്നും ആ ഐഡന്റിറ്റി നമ്മൾ സൂക്ഷിക്കണമെന്നും പറയുമ്പോൾ അതൊരു വർഗബോധത്തിൽ നിന്നുള്ള സംസാരമല്ലേ? അപ്പൊ അത് വർഗീയതയല്ലേ? അതല്ലേ വർഗീയത? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഹുസൈൻ സലഫിയല്ല. ഹുസൈൻ സലഫിയെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരുപാട് മനുഷ്യർ എന്നെ വർഗീയവാദി എന്ന് വിളിക്കാറുണ്ട്. പക്ഷെ ഞാൻ പറയുന്നു, ഈ ഭൗമഗോളം ഹൈന്ദവാധിപത്യത്തിന്റെ കീഴിൽ വരണമെന്ന് ആഗ്രഹിക്കാത്ത ഹിന്ദു നാമധാരിയായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഈ പോങ്ങൻ. ഞാൻ എങ്ങനെയാണ് വർഗീയവാദിയാവുന്നത്? ഇതുപോലുള്ള വർഗീയമായ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് മനുഷ്യർ മതവസ്ത്രത്തിൽ രോമം ഉൾപ്പെടെ മതബാധ തീണ്ടിയതുപോലെ മതപ്രകടനം രോമത്തിലൂടെ വരെ വസ്ത്രത്തിലൂടെ വരെ വേറിട്ട സ്വത്വബോധം പേറിക്കൊണ്ട് ജീവിക്കുന്ന പ്രത്യേകമായ ഒരു വർഗമാണ് നമ്മൾ എന്ന് വിചാരിക്കുന്ന മനുഷ്യരല്ലേ ശരിക്കും യഥാർത്ഥത്തിൽ വർഗീയവാദികൾ? എനിക്ക് ഈ കേരളത്തിൽ, എനിക്ക് ഈ ഭാരതത്തിൽ, അതല്ലെങ്കിൽ എനിക്ക് ഈ ഭൗമഗോളത്തിൽ എല്ലാത്തരം മനുഷ്യരും ഒരുപോലെ ജീവിച്ച് സന്തോഷമായിട്ട് കഴിഞ്ഞു പോകണം എന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷേ ഈ ഹുസൈൻ സലഫിയെ പോലുള്ള മനുഷ്യർ മതത്തിനു വേണ്ടി ജീവിക്കണം, ദൈവത്തിനു വേണ്ടി ജീവിക്കണം എന്ന് കൃത്യമായിട്ട് പറയുമ്പോൾ അവിടെയാണ് ശ്രീ ആരിഫ് ഹുസൈനെ പോലുള്ള ആളുകൾ ആ മതത്തെ കൃത്യമായി, അല്ലെങ്കിൽ ആ മതം ഏത് പുസ്തകത്തെ ആശ്രയിച്ചു കൊണ്ടാണോ നിലനിൽക്കുന്നത് ആ പുസ്തകത്തെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അത് മനുഷ്യവിരുദ്ധമാണ് എന്ന് പറയുന്ന ശ്രീ ആരിഫ് ഹുസൈനെ പോലുള്ള മനുഷ്യർ അത് നമുക്ക് പറഞ്ഞു തരിക കൂടി ചെയ്യുമ്പോൾ, ഹുസൈൻ സലഫിയെ പോലുള്ള ആളുകൾ ആരിഫ് ഹുസൈനാണ് ശരി എന്ന് പറയുന്ന ബോധ്യം പകർന്നു തരുമ്പോൾ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചളിപ്പ് തോന്നുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഒരു വനിതാ MLA ഒരു സ്വകാര്യ ചടങ്ങിൽ നിലവിളക്ക് കൊളുത്തി എന്നുള്ള ഒരു വാദം സമൂഹത്തിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വാസ്തവത്തിൽ എനിക്ക് ചളിപ്പ് തോന്നുന്നുണ്ട്. ഇത് ഇങ്ങനെയല്ല നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഒരു ബോധമാണ് എനിക്കുള്ളത്. ലെൻസ് എവിടെ പോയി എന്നാ നോക്കുന്നേ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് opening, closing, statements or phrase, radio channels, curse
ashes or praise.